നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടത്തിന്റെ മേൽക്കൂര ദ്രവിച്ച നിലയിൽ. ദുരവസ്ഥ പരിഹരിക്കുവാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് ചാല ക്യാമ്പസിലെ കോഴ്സുകൾ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ SFI. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പ്രവീൺ നിട്ടാരു കൊലക്കേസിലെ മുഖ്യപ്രതി പിടിയിൽ. കുടക് സ്വദേശി നമീദ് അബ്ദുൾ റഹ്മാനെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും NIA പിടികൂടിയത്. പന്തയം വെച്ച് സൈക്കിൾ പോയി. രാജനെ ചേർത്ത് പിടിച്ച് പുത്തൻ സൈക്കിൾ സമ്മാനിച്ച് പുത്തിലോട്ട് ഗ്രാമം. മുള്ളേരിയ ലയൺസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. പുതിയ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ വടം കെട്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അപകട ഭീഷണിയിൽ. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂര കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച അവസ്ഥയിലാണ്. മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ. മത്സ്യത്തൊഴിലാളികളും SC/ST സങ്കേതങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന സാധാരണക്കാരുൾപ്പെടുന്ന 2000-ഓളം കുടുംബങ്ങളാണ് കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ആശ്രയിച്ച് കഴിയുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന ഓടുമേഞ്ഞ മേൽക്കൂരയുള്ള ആശുപത്രി കെട്ടിടത്തിലേക്ക് ദിനം പ്രതി വന്നുപോകുന്നത് നിരവധി പേരാണ്. 2021 അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തികൾക്കായി പല ഫണ്ടും പ്രപ്പോസലുകളും മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും എല്ലാം നാമം മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുമ്പള CHCയുടെ ദുരവസ്ഥയിൽ പോലും അധികാരികൾ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ലെന്ന ആരോപണവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഏകദേശം ഒരു 65 വർഷത്തോളം പഴക്കമുള്ള ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ മിക്കവാറും ഇവിടെ എല്ലാ നിലക്കും കാണുന്നതാണ്. ഇന്നും ഇതേ നിലക്ക് പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതേ നിലക്കാണ് ഇന്നും ഈ ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ ഇനി കാര്യമായി മെനക്കെട്ട് എന്തെങ്കിലും പുതുതായി ചെയ്യുന്ന കാര്യത്തിലേക്കൊന്ന് കടക്കണം. ഞങ്ങളുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വന്നെങ്കിൽ ഞങ്ങൾക്ക് ഷെസ്റ്റിന് ഇല്ല, അത് പൈസ മേങ്ങുന്നു. വേറെ ഷെസ്റ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് ഞങ്ങൾ ഷെസ്റ്റാക്കണം പൈസ കൊടുത്തിട്ടു. പിന്നെ ഒരു ആസ്പത്രി ഇല്ല, രോഗിയൊക്കെ കൂടെ അഡ്മിറ്റ് ആവാനാ പിടിക്കുവാനാ ഇല്ല. ഞങ്ങൾ വേറെ ഉടക്കെങ്കിൽ ബലിൻ്റെ ആസ്പത്രിക്ക് പോകണം. ഇങ്ങനെ അല്ല എങ്കിൽ ഈ പാവപ്പെട്ട ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? ഓറും ഇങ്ങനെ സർക്കാർ ഇങ്ങനെ ആക്കിയെങ്കിൽ അപ്പം അതിനൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എന്താണോ സർക്കാർ കണ്ടെത്തണം. ഈ പാവപ്പെട്ട ജനങ്ങൾ കുമ്പള ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത് പാവപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ വന്നാൽ മരുന്നൊന്നും ഉണ്ടാവില്ല. ബിൽഡിങ്ങിൻ്റെ ശോചനാവസ്ഥയാണ്.
പിന്നെ ബാത്റൂമിൻ്റെ ശോചനീയാവസ്ഥ അതൊക്കെ ഒന്ന് പരിഹരിക്കണം. ഇവിടുത്തെ ജനങ്ങൾക്കൊരു കാര്യക്ഷമമാക്കി കൊടുക്കണമെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. മഴ പെയ്താൽ വെള്ളം അകത്തു കയറുന്ന സാഹചര്യത്തിലിരുന്നു കൊണ്ട് രോഗികളെ ചികിത്സിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ കുമ്പള CHC കെട്ടിടത്തിനുള്ളത്. അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചാല ക്യാമ്പസിലെ കോഴ്സുകൾ മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് SFI മാർച്ച് നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ഇമ്മാനുവൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ചാല ക്യാമ്പസിലെ ഗണിതം, ഭൗതികശാസ്ത്രം വിഷയങ്ങൾ മാനന്തവാടി ക്യാമ്പസിലേക്ക് മാറ്റുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് SFI മാർച്ച് നടത്തി. നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ഇമ്മാനുവൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയ്ക്കകത്ത് ലഭിച്ചിട്ടുള്ള കോഴ്സുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠിക്കുവാനുള്ള അവകാശങ്ങൾ തച്ചു തകർത്തുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള സമീപനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കണ്ണൂർ സർവകലാശാലയുടെ VC മുന്നോട്ട് പോകുന്ന ഘട്ടത്തിനകത്ത് ഈ VCയോട് പറഞ്ഞു വയ്ക്കുവാനുള്ളത്, നിയമിച്ച ഘട്ടം മുതൽ നമ്മുടെ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഈ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാമെന്നുള്ള കാവ്യവൽക്കരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ VC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും കേരളത്തിലെ എടുത്തു നോക്കുന്ന ഘട്ടത്തിനകത്ത് ഇവിടെ നിയമിക്കപ്പെടുന്ന ഗവർണർമാർ ഇവിടുത്തെ VCമാരെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുള്ള കാവ്യവൽക്കരണത്തിന്റെ ആശയങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദിനാൻ ചട്ടഞ്ചാൽ അധ്യക്ഷത വഹിച്ചു. അലൻ പെരിയ, അജിത് ചന്ദ്രൻ, ശ്രീഹരി ബേപ്പ്, അനിരുദ്ധ് എന്നിവർ സംസാരിച്ചു. M. അനുരാജ് സ്വാഗതം പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ചാല ക്യാമ്പസിലെ ഗണിതം, ഭൗതികശാസ്ത്രം വിഷയങ്ങൾ മാനന്തവാടി ക്യാമ്പസിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. SFI ജില്ലാ ഭാരവാഹികളും സർവകലാശാല യൂണിയൻ ഭാരവാഹികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. ക്യാമ്പസിലെ പ്രധാനപ്പെട്ട ഈ 2 വിഷയങ്ങൾ ഒഴിവാക്കിയത് വിദ്യാർത്ഥികളെയോ യൂണിയനെയോ അറിയിച്ചിരുന്നില്ല. ക്യാമ്പസിൽ നേരത്തെ ഉണ്ടായിരുന്ന MBA, MCA കോഴ്സുകളും നേരത്തെ മാറ്റിയിരുന്നു. ജില്ലയിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ പഠിക്കുവാനാകുന്ന അവസരം നിഷേധിച്ചതിനെതിരെ SFI പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലീഡർ K. കരുണാകരന്റെ 107ാം ജന്മവാർഷിക ദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആഘോഷിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായിരുന്ന ലീഡർ K. കരുണാകരന്റെ 107ാം ജന്മവാർഷിക ദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് A. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി C. രവി, PV കണ്ണൻ മാസ്റ്റർ, KP ദിനേശൻ, V. മനോഹരൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ നടന്ന പുഷ്പാർച്ചനയ്ക്ക് K. പത്മനാഭൻ, T. സുരേഷൻ, അജിത് തൈക്കേൽ, KNC ഇബ്രാഹിം, TV ആനന്ദകൃഷ്ണൻ, N. സേതുലവി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിയിൽ. കുടക് സ്വദേശി നമീദ് അബ്ദുറഹ്മാനാണ് അറസ്റ്റിലായത്. ദോഹയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇയാളെ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷനിൽ തടഞ്ഞുവയ്ക്കുകയും NIA എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. 2022 കർണാടകയിലെ BJP യുവമോർച്ച നേതാവായിരുന്ന പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് PFI പ്രവർത്തകൻ അബ്ദുറഹ്മാൻ NIAയുടെ പിടിയിലായത്. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 4 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ദോഹയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ ഇയാളെ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷൻ തടഞ്ഞുവയ്ക്കുകയും NIA എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. UAPA പ്രകാരമാണ് കേസ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ സുള്ളിയ താലൂക്കിൽ ബെല്ലാരയിൽ 2022 ജൂലൈ 26 പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് 4 NIA കേസ് ഏറ്റെടുത്തു. ഇപ്പോൾ പിടിയിലായ അബ്ദുറഹ്മാൻ മുഖ്യപ്രതികളടക്കമുള്ള ഏതാനും പേരെ ഒളിവിൽ കഴിയുവാൻ സഹായിച്ചതായി അന്വേഷണ സംഘം പറയുന്നു. മുഖ്യപ്രതികൾ അറസ്റ്റിലായതോടെയാണ് ഇയാൾ ഖത്തറിലേക്ക് കടന്നത്. ജനങ്ങളിൽ ഭീതി വളർത്തുവാനും രാജ്യത്ത് മതസ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായായിരുന്നു കൊലപാതകമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂരിൽ സ്വകാര്യ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മൊഗ്രാൽ പുത്തൂർ CPCRI ഗസ്റ്റ് ഹൌസിന് സമീപം ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. മൊഗ്രാൽ പുത്തൂരിൽ സ്വകാര്യ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മൊഗ്രാൽ പുത്തൂർ CPCRI ഗസ്റ്റ് ഹൌസിന് സമീപം ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. തലപ്പാടിയിൽ നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർഭാഗത്തു നിന്നും എത്തിയ പിക്കപ്പുമാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടിയിടിയിൽ പിക്കപ്പ് പൂർണ്ണമായും തകർന്നു. ബസ്സിലുണ്ടായിരുന്ന 10ഓളം യാത്രക്കാരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പിലുണ്ടായിരുന്നവരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനത്തിന്റെയും മുൻഭാഗത്ത് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പിക്കപ്പ് ഡ്രൈവർ മൊഗ്രാൽ പുത്തൂർ കുന്നിലെ ഇഷാമിനും 2 കോൺക്രീറ്റ് തൊഴിലാളികൾക്കും പരിക്കേറ്റു. സംഭവം അറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പന്തയം വെച്ച് സൈക്കിൾ പോയി. രാജനെ ചേർത്ത് പിടിച്ച് പുത്തൻ സൈക്കിൾ സമ്മാനിച്ച് പുത്തിലോട്ട് ഗ്രാമം. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കുമെന്നും അഥവാ പരാജയപ്പെട്ടാൽ ഏക സമ്പാദ്യമായ സൈക്കിൾ കൈമാറുമെന്നും പന്തയം വെച്ചാണ് പുത്തിലോട്ടെ രാജന് സൈക്കിൾ നഷ്ടമായത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ ഏക സമ്പാദ്യമായ സൈക്കിൾ സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞ് പന്തയം വെച്ച ചെഗുവേര രാജനെ പുത്തിലോട്ട് ഗ്രാമം സമ്മാനിച്ചു പുത്തൻ സൈക്കിൾ. പ്രിയ നേതാക്കളുടെ ഫോട്ടോകളും കൊടിയും പതിച്ച ചെഗുവേര രാജന്റെ സൈക്കിൾ പിലിക്കോട് പഞ്ചായത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. EMS, AKG, നായനാർ, VS തുടങ്ങി ഇഷ്ട നേതാക്കളുടെയെല്ലാം പടങ്ങൾ തൂക്കിയാണ് രാജന്റെ സൈക്കിൾ യാത്ര. പാർട്ടി പരിപാടികൾ എവിടെയുണ്ടെന്ന് കേട്ടാലും സൈക്കിൾ ചവിട്ടി രാജൻ അവിടെ എത്തിയിരിക്കും. പാർട്ടി പരിപാടികൾക്കും മറ്റും പങ്കെടുക്കാൻ അണികളെല്ലാം ബൈക്കിലോ കാറിലോ മറ്റു വാഹനങ്ങളിലോ കൊടികൾ കെട്ടിപ്പോകുമ്പോൾ ഒരു സൈക്കിൾ മുഴുവൻ കൊടിയും തോരണങ്ങളും നേതാക്കന്മാരുടെ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചു പോകുന്ന രാജൻ വേറിട്ട കാഴ്ചയാണ്. കറകളഞ്ഞ ഗ്രാമീണ സ്നേഹത്തിന്റെ തുടിപ്പുമായി ഒട്ടേറെ ജീവിത പ്രതിസന്ധികൾക്കിടയിലും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ തന്റെ പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തി സൈക്കിൾ മാത്രം വാഹനമാക്കി കഴിഞ്ഞ 3 പതിറ്റാണ്ടായി യാത്ര തുടരുകയാണ് ഇദ്ദേഹം. യാത്രയിൽ എവിടെയോ വെച്ച് ചിലർ അയാൾക്ക് ചെഗുവേര എന്നൊരു വിളിപ്പേര് ചാർത്തി നൽകി. ചെഗുവേര രാജൻ എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് അലങ്കരിച്ച സൈക്കിൾ ഓടിയെത്തും. സ്വന്തം സൈക്കിൾ നൽകുമ്പോഴും അയാൾ പറയുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ എന്ന്. ചെഗുവേര രാജനെ അങ്ങനെയാക്കിയത് ആ സൈക്കിളാണ്. അതില്ലെങ്കിൽ അയാളിലൊരു പൂർണ്ണതയുമില്ല. പ്രസ്ഥാനത്തിനെ ഇത്രമേൽ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ കൈവിടാൻ പുത്തിലോട്ടെ യുവതയ്ക്ക് കഴിഞ്ഞില്ല. പുത്തിലോട്ടെ യുവശക്തി ക്ലബ് പ്രവർത്തകരാണ് രാജന് സൈക്കിൾ നൽകാൻ തീരുമാനിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ രാജന് സൈക്കിൾ കൈമാറി. ഈ മനോഹരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേർ പുത്തിലോട്ടേക്ക് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുള്ളേരിയ ലയൺസ് ഹാളിന്റെ ഉദ്ഘാടനവും പുതിയ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ഹാളിന്റെ ഉദ്ഘാടനം കാർഡക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഗോപാലകൃഷ്ണ നിർവഹിച്ചു. K. രാജലക്ഷ്മി ടീച്ചർ പ്രസിഡന്റായും ഷാഫി ചൂരിപ്പള്ളം സെക്രട്ടറിയായും വിനോദ് മേലത്ത് ട്രഷററായും പുതിയ കമ്മിറ്റി ചുമതലയേറ്റു. ലയൺസ് ക്ലബ്ബ് ഓഫ് മുള്ളേരിയയുടെ ഓഫീസ് കം കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രൗഢഗംഭീരമായ പരിപാടികളോടെ നടന്നു. ഹാളിന്റെ ഉദ്ഘാടനം കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഗോപാലകൃഷ്ണ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് K. ശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ലയൺ ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ PS. സൂരജ് മുഖ്യാതിഥിയായിരുന്നു.
നമ്മുടെ സർവീസ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ നല്ല നല്ല സർവീസ് ചെയ്തുകൊണ്ട് മുള്ളേരിയിലെ എല്ലാ കമ്മ്യൂണിറ്റിൻ്റെയും ഹൃദയത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ദൗത്യം. ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം അവർക്ക് ആവശ്യമുള്ള പ്രൊജക്റ്റിലായിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നേരിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മളൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് അവരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാവാൻ പാടില്ല. അവരുടെ ആവശ്യം എന്താണോ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് നൽകുന്ന ആ ഒരു ട്രീറ്റാണ് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസ് എന്നാണ്. കെ രാജലക്ഷ്മി ടീച്ചർ പ്രസിഡന്റായും ഷാഫി ചൂരിപ്പള്ളം സെക്രട്ടറിയായും വിനോദ് മേലത്ത് ട്രഷററായും പുതിയ കമ്മിറ്റി ചുമതലയേറ്റു. പുതിയ മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ക്ലബിലേക്ക് സ്വീകരിച്ചു. ലേഡി ലയൺസ് ഫോറം പ്രസിഡന്റായി സിന്ധു വിനോ, സെക്രട്ടറിയായി ശാരദ ശ്രീധരൻ, ട്രഷററായി ഷീന മോഹൻ, ലിയോ ക്ലബ്ബ് പ്രസിഡന്റായി മീര നായർ, സെക്രട്ടറിയായി ഹരികൃഷ്ണൻ, ട്രഷററായി അൻവിൻ വിനോദ് എന്നിവരും ചുമതലയേറ്റു. ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാൽ, ചീഫ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ സുകുമാരൻ നായർ, അഡ്വക്കേറ്റ് കെ വിനോദ് കുമാർ, പി കെ പ്രകാശ് കുമാർ, കെ ജെ വിനോ, നാസർ കൊളവയൽ, ജോമിച്ചൻ മാത്യു, ഇ വേണുഗോപാലൻ, എം വി അനിൽകുമാർ, ടി എൻ മോഹനൻ, ശിവലാൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച ആര്യ രാജ്, വിവിധ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കൾ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ദേശീയപാത റെഡിയാണെങ്കിലും ഇത് കൈയടക്കുന്നത് അലഞ്ഞു തിരിയുന്ന കന്നുകാലികളാണ്. റോഡിൽ കൂട്ടമായി കന്നുകാലികൾ അപ്രതീക്ഷിതമായി എത്തുന്നത് വാഹനങ്ങൾക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കാൽനട യാത്രക്കാരും ഭീതിയോടെ നടന്നു പോകേണ്ട അവസ്ഥയിലാണ്. മഞ്ചേശ്വരം ദേശീയപാത അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ കൈയടക്കുന്നത് പതിവായതോടെ യാത്രക്കാർ കടുത്ത ദുരിതമാണ് നേരിടുന്നത്. പലയിടങ്ങളിൽ നിന്നുമായി എത്തുന്ന കന്നുകാലികളാണ് റോഡിൽ കയറി യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമാണ് പ്രധാനമായും കന്നുകാലികൾ റോഡ് കൈയടക്കുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായെങ്കിലും റോഡരികിലേക്കുള്ള ലൈറ്റുകൾ ഇനിയും സ്ഥാപിച്ചിട്ടില്ല. രാത്രിയിൽ വാഹനയാത്രക്കാർക്ക് അടുത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമേ റോഡിലുള്ള കന്നുകാലികളെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഇത് ഡ്രൈവർമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അപകട സാധ്യതയുള്ളതിനാൽ കാൽനട യാത്രക്കാരും ഭീതിയോടെ നടന്നു പോകേണ്ട അവസ്ഥയിലാണ്. ഉടമസ്ഥർ ഉത്തരവാദിത്വ ബോധമില്ലാതെ കന്നുകാലികളെ തുറന്നുവിടുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം. അലഞ്ഞുതിരിയുന്ന പശുക്കളെ പിടിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൂടാതെ ഉടമകൾക്ക് നിയമപരമായ മുന്നറിയിപ്പുകൾ നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ശ്രവണ വൈകല്യമുള്ള വ്യക്തികൾക്ക് നൂതന രീതിയിലുള്ള പരിശോധനാ സംവിധാനം കാസർഗോഡ് വിൻടച്ച് ആശുപത്രിയിൽ തുടങ്ങി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും മികവാർന്ന ചികിത്സയുമായി കാസർഗോഡിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ കാസർഗോഡ് വിൻടച്ച് ആശുപത്രിയിൽ പുതിയൊരു പരിശോധന കൂടി ആരംഭിച്ചു. ശ്രവണ വൈകല്യമുള്ള വ്യക്തികൾക്ക് നൂതന രീതിയിലുള്ള പരിശോധനാ സംവിധാനമാണ് ആരംഭിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പുതിയൊരു സംവിധാനമാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള ഇടങ്ങളിലും പോവാതെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ കിട്ടുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വിൻടച്ചിൻ്റെ സംവിധാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള സംവിധാനമായിരുന്നു. മംഗലാപുരത്തെ TMC ഹിയറിംഗ് ക്ലിനിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഫ്സ ലിയാന കാപ്പിലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ശ്രവണ വൈകല്യമുള്ള വ്യക്തികൾക്കുള്ള നൂതന രീതിയിലുള്ള ചികിത്സയാണ് വിൻടച്ച് ആശുപത്രിയിൽ ആരംഭിച്ചിരിക്കുന്നതെന്നും കാസർഗോഡിന്റെ ചികിത്സാരംഗത്ത് ഇതൊരു പുതിയ അധ്യായമാണെന്നും TMC ഹിയറിംഗ് കെയർ ചീഫ് ഓഡിയോളജിസ്റ്റ് വിഷ്ണു VK KCN ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് മുതൽ ഞങ്ങളുടെ സേവനം കാസർഗോഡിലും, അതായത് കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും
അവൈലബിൾ ആണ്. ഇവിടെ ഞങ്ങളുടെ ഓഡിയോളജിസ്റ്റ് ഹഫ്സ ലിയാന കോപ്പിൽ എല്ലാ ദിവസവും കൺസൾട്ടേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഡിയോളജിസ്റ്റിനെ സമീപിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചെവി കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കാസർഗോഡ് തന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, അതായത് നമ്മളുടെ മിഷൻ TMC ഹിയറിംഗ് കെയർ ക്ലിനിക്കിൻ്റെ മിഷൻ തന്നെ ടു പ്രൊവൈഡ് ദ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സർവീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലോബലി ഈ ലോകത്ത് അവൈലബിൾ ആയ ഏറ്റവും നല്ല രീതിയിലുള്ള ചെവി ടെസ്റ്റിംഗ് ഓപ്ഷൻസും അതേപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സും മൾട്ടി ബ്രാൻഡ് വേറെ ബ്രാൻഡിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡുകളും ഇവിടുന്ന് നിങ്ങളുടെ ചെവി കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഹിയറിംഗ് എയ്ഡ് ട്രയൽ ചെയ്യാനും നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കാനും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് നോക്കാനും എല്ലാ ഓപ്ഷൻസും ഇന്ന് മുതൽ വിൻടച്ച് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഉദ്ഘാടന ചടങ്ങിൽ ആശുപത്രിയുടെ CEO രഞ്ജിത്ത്, PRO കൃഷ്ണൻ, ഷെരീഫ് കാപ്പിൽ, ജലീൽ മുഹമ്മദ്, ഡോക്ടർ മുസ്തഫ BRQ, മജീദ് വെണ്ടിച്ചാൽ, ഫാറൂഖ് കാസ്മി, പ്രസാദ്, OK മെഹ്മൂദ്, മുത്തലി ആറങ്ങാടി, മുജീബ് ഉത്തരദേശം, ഹനീഫ, KC ഇർഷാദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ MLAയും പ്രമുഖ സഹകാരിയുമായിരുന്ന P. രാഘവന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം AR ധന്യവാദ് പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലയിലെ തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനും മുൻ MLAയും പ്രമുഖ സഹകാരിയുമായിരുന്ന P. രാഘവന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. ചെർക്കളയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ CITU ജില്ലാ കമ്മിറ്റി അംഗം AR ധന്യവാദ് പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണവും നടത്തി. KN പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. BK മനോഹരൻ അധ്യക്ഷത വഹിച്ചു. KV ബാലരാജൻ, P. കുഞ്ഞിരാമൻ, AM വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും അക്ഷര ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും അക്ഷര ലൈബ്രറിയും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാരദാനവും സംഘടിപ്പിച്ചത്. ബഷീർ കൃതികൾ പരത്തിയ വെളിച്ചം കാലമേറുമ്പോൾ മങ്ങുന്നതിന് പകരം കൂടുതൽ വെളിച്ചമുള്ളതാവുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. സർവ്വലോകത്തിനും സർവ്വകാലത്തിനും വേണ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമാണ് ബഷീർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പുഴ എങ്ങനെയാണ് സ്വച്ഛന്തമായി ഒഴുകുന്നത്, അപ്രകാരം എങ്ങനെയാണോ കാറ്റ് വീശുന്നത്, അതുപോലെ വായനക്കാരന് തട്ടും തടസ്സങ്ങളുമില്ലാത്ത കടന്നു പോകാൻ പറ്റുന്ന തെളിഞ്ഞ ഒഴുക്കായി. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ കുഞ്ഞുപാത്തമ്മ പിന്നീട് കാണുന്നത് പോലെ തെളിഞ്ഞ വെള്ളമല്ല, അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് രണ്ടാമത് കാണുന്നത് പോലെ ആഴങ്ങളിൽ അനേകം അടരുകൾ സൂക്ഷിക്കുകയും വായിച്ചു കഴിയുമ്പോഴും തുടരുകയും പിന്തുടരുകയും ചെയ്യുന്ന രീതിയിലുള്ള എഴുത്താണല്ലോ ബഷീറിന്റെ രചനകളെല്ലാം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ K. അജേഷ് അംബികാസുധൻ മാങ്ങാടിനെ ആദരിച്ചു. അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. കളക്ടറേറ്റ് സീനിയർ ക്ലർക്ക് M. ഉദയപ്രകാശ് സംസാരിച്ചു. അക്ഷര ലൈബ്രറി സെക്രട്ടറി K. മുകുന്ദൻ സ്വാഗതവും പ്രസിഡന്റ് A. ആശാലത നന്ദിയും പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീർ ചെറുകഥാ പുരസ്കാരം EK നിതീഷിനും ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനുള്ള പുരസ്കാരം സുധീഷ് ചട്ടഞ്ചാലിനും അംബികാസുധൻ മാങ്ങാട് സമ്മാനിച്ചു. ഹൈസ്കൂൾ UP വിദ്യാർത്ഥികളുടെ മലയാളം കന്നഡ വിഭാഗങ്ങളിൽ സാഹിത്യ ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ വിജയികളായവർക്കും സമ്മാനങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ C. അച്യുതമേനോൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക അംഗവും ഗ്രന്ഥശാല സംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന K. ദാമോദരനെ അനുസ്മരിച്ചു. P. കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഗ്രന്ഥശാല സംഘത്തിലെ മുന്നണി പോരാളി K. ദാമോദരന്റെ അനുസ്മരണം നടത്തിയത്. തൃക്കരിപ്പൂർ C. അച്യുതമേനോൻ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ P. കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പൊതുവെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സേവനം നൽകിയ സംഭാവനകൾ, അതുപോലെ തന്നെ ഭാരതത്തിലെ എല്ലാ കാര്യങ്ങളും പിന്നെ സേവനം നൽകിയ ചരിത്രപരമായി, അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിൻ്റെ കാര്യത്തിലും മാർക്സിസം ലെനിനിസത്തിന്റെ കാര്യത്തിലുമൊക്കെ
സഖാവ് നൽകിയ സംഭാവനയെക്കുറിച്ച് പുതിയ തലമുറയോടും അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഇടയിൽ ചർച്ച നടത്താൻ ഇതിനൊക്കെ സഹായകരമായ നിലയിൽ കെ വി ദിലീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാലാ സംഘം താലൂക്ക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സി വി വിജയരാജ്, രാഘവൻ മാണിയാട്ട്, എം പി ബിജിഷ്, രവീന്ദ്രൻ മാണിയാട്ട്, വി എം ചന്ദ്രൻ, കെ മനോഹരൻ എന്നിവർ സംസാരിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന ഗ്രന്ഥശാലാ പ്രവർത്തകരും ഗ്രന്ഥശാലാ സംഘം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന മധുരംകയിലെ പി അമ്പു മാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉപഹാരം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ കരൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെയും കരൾ ദാതാക്കളുടെയും കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന കാസർഗോഡ് ജില്ലയിലെ കരൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവരുടെയും കരൾ ദാതാക്കളുടെയും കുടുംബസംഗമം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വലിയ വികസനവും ഉണ്ടാകുന്നത് പോലെ തന്നെ ആരോഗ്യ മേഖലയിലും ചികിത്സാ മേഖലയിലും നൂതനമായ ചില സംവിധാനങ്ങളുടെ തെളിവാണ് അതിൽ മാറ്റാൻ കഴിയുന്നത്. ആദ്യമൊക്കെ അവയവങ്ങൾ മാറ്റുന്നതിൽ പ്രധാനമായി വന്നത് കിഡ്നിയെ സംബന്ധിച്ചാണ് നടക്കുന്നത്. കിഡ്നി അസുഖം ബാധിച്ചു ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KN രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK ശശീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ചെയർമാൻ രാജേഷ് കുമാർ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് പുതിയ മെമ്പർമാരെ പരിചയപ്പെടുത്തി. ഗോപി, കമൽദാസ്, സെയ്തലവി, ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള കണ്ണൂർ വൈസ് പ്രസിഡന്റ് AK ജയരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PK ശശീന്ദ്രൻ സ്വാഗതവും T ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTE CITU കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം നടന്നു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു. ജൂലൈ 9 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് KSRTE CITU കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, NPS പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ 9 സംയുക്ത ട്രേഡ് യൂണിയൻ പൊതു പണിമുടക്ക് നടത്തുന്നത്. ഈ പണിമുടക്കിൽ മുഴുവൻ തൊഴിലാളികളും അണിചേരണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. KSRTE CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR നിരീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ പാടി, CITU ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു, KSRTE സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റി കൺവീനർ M ലക്ഷ്മണൻ, ജില്ലാ സെക്രട്ടറി M സന്തോഷ്, പ്രസിഡന്റ് C ബാലകൃഷ്ണൻ, ട്രഷറർ രശ്മി നാരായണൻ, സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗങ്ങളായ PV രതീശൻ, MS കൃഷ്ണകുമാർ, PV പവിത്രൻ, K രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബായാർ ജാറം മഖാം ഉറൂസ് ഡിസംബർ 4 മുതൽ 14 വരെ നടക്കും. ഉറൂസിൽ പ്രമുഖ മതപണ്ഡിതരും കേരള കർണാടക മന്ത്രിമാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബായാർ ജാറം മഖാം ഉറൂസ് ഡിസംബർ 4 മുതൽ 14 വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉറൂസിൽ പ്രമുഖ മതപണ്ഡിതരും കേരള കർണാടക മന്ത്രിമാരും പങ്കെടുക്കും. കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുന്ന ഉറൂസിന്റെ സമാപന പരിപാടിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പങ്കെടുക്കും. മതപ്രഭാഷണം, പ്രവാസി സംഗമം, മെഡിക്കൽ ക്യാമ്പ്, വനിതാ സംഗമം തുടങ്ങിയ പരിപാടികളും ഉറൂസിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 4 മുതൽ 14 വരെ വളരെ വിപുലമായി നമ്മുടെ മഹത്തായ ഉറൂസ് പരിപാടി നടത്താൻ വേണ്ടി നമ്മുടെ ബദ്രിയ ജുമാ മസ്ജിദ് ബായാർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിപുലമായ പരിപാടിയിൽ ഉറൂസിൻ്റെ ആദ്യ ദിവസമായ ഡിസംബർ 4 തീയതി വ്യാഴാഴ്ച കൃത്യം 10 മണിക്ക് ബഹുമാനപ്പെട്ട അലി തങ്ങൾ കുമ്പോൾ അവർകൾ നമ്മുടെ ഈ ഉറൂസിൻ്റെ പതാക ഉയർത്തൽ സംരംഭം നടത്തുകയാണ്. പിന്നീട് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് അവർകൾ നമ്മുടെ ഈ ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഷുഹൈബ് ഇർഫാനി, മോനു ഹാജി മാളികെ, KMH അലി ഹാജി, ഖാദർ ഹാജി, അഷ്റഫ് ബായാർ, ഹനീഫ് ബായാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബിന്ദു ജ്വല്ലറി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ബിന്ദു ജ്വല്ലറി, കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബിന്ദു ജ്വല്ലറി നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആദർശ് ഹെർല പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബിന്ദു ജ്വല്ലറി സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടത്തിന്റെ മേൽക്കൂര ദ്രവിച്ച നിലയിൽ. ദുരവസ്ഥ പരിഹരിക്കുവാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് ചാല ക്യാമ്പസിലെ കോഴ്സുകൾ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ SFI. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പ്രവീൺ നിട്ടാരു കൊലക്കേസിലെ മുഖ്യപ്രതി പിടിയിൽ. കുടക് സ്വദേശി നമീദ് അബ്ദുൾ റഹ്മാനെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും NIA പിടികൂടിയത്. പന്തയം വെച്ച് സൈക്കിൾ പോയി. രാജനെ ചേർത്ത് പിടിച്ച് പുത്തൻ സൈക്കിൾ സമ്മാനിച്ച് പുത്തിലോട്ട് ഗ്രാമം. മുള്ളേരിയ ലയൺസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. പുതിയ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.